സുപ്രധാനമായ വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ കനക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം ജില്ലയിൽ ശക്തമായ മഴ. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളടക്കം അവധി പ്രഖ്യാപിച്ചു. വിവിധ പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷം. കനത്ത മഴയിൽ പൂജപ്പുര കേശവൻ നായർ റോഡിൽ ശ്രീചിത്ര റിസർച്ച് സെന്ററിന്റെ മതിലിടിഞ്ഞു. വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നു. ബിനോയ്, തലസ്ഥാനത്ത് വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കടക്കം കളക്ടർ അവധി പ്രഖ്യാപിച്ച ഒരു സ്ഥിതിയാണുള്ളത്. പെട്ടെന്നുണ്ടായ ഈ ഒരു അവധി പ്രഖ്യാപനം വിദ്യാർത്ഥികളെ ഏത് രീതിയിലാണ് ബാധിച്ചിരിക്കുക? എന്തൊക്കെയാണ് തിരുവനന്തപുരത്തെ ഇപ്പോഴത്തെ വിവരങ്ങൾ? അരുണിമ, ഇപ്പോ മഴ ഒന്ന് കുറഞ്ഞെങ്കിലും മേഘം മൂടിയ ഒരു അന്തരീക്ഷമാണ് ഇപ്പോഴും ഉള്ളത്. തിരുവനന്തപുരം നഗരത്തിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളായ തമ്പാനൂര്, ഒപ്പം തന്നെ കിഴക്കേക്കോട്ട എന്നിവിടങ്ങളിലാണ് ഇന്നലെ രാത്രി മുതൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു തുടങ്ങിയത്. ഇപ്പോൾ അല്പം വന്ന വെള്ളക്കെട്ടിന് ശമനമുണ്ട്. പ്രത്യേകിച്ചും കഴിഞ്ഞ സ്മാർട്ട് റോഡ് പണിതതിന് ശേഷം നഗരത്തിൽ വലിയ തരത്തിലുള്ള വെള്ളക്കെട്ട് ഉണ്ടാകില്ല എന്നായിരുന്നു നഗരസഭയുടെയൊക്കെ പ്രഖ്യാപനമെങ്കിലും തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്ത തരത്തിൽ വലിയ തരത്തിലുള്ള വെള്ളക്കെട്ടാണ് അവിടെ രൂപപ്പെട്ടത്. രാവിലെ ട്രെയിനിൽ നിന്ന് എത്തിയ യാത്രക്കാർ പലരും റെയിൽവേ സ്റ്റേഷനിൽ തന്നെ തങ്ങേണ്ട അവസ്ഥ വന്നിരുന്നു. ഏകദേശം നല്ല ഉയരത്തിൽ, ഒരു 4 അടി വരെ ഉയരത്തിൽ വെള്ളക്കെട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഓടയും റോഡും തിരിച്ചറിയാൻ കഴിയാത്ത തരത്തിലായിരുന്നു തമ്പാനൂരിലെ വെള്ളക്കെട്ട്. അതേസമയം ബസ് സ്റ്റാൻഡിലേക്ക് വെള്ളം കയറിയില്ല. സാധാരണഗതിയിൽ ബസ് സ്റ്റാൻഡിൽ വെള്ളം കയറുന്ന പതിവുണ്ട്. ഇത്തവണ ഓവർബ്രിഡ്ജിന് സമീപം, തമ്പാനൂർ ഓവർബ്രിഡ്ജിന് സമീപമാണ് വലിയ തരത്തിലുള്ള വെള്ളക്കെട്ട് ഉണ്ടായത്. അതേസമയം കിഴക്കേക്കോട്ടയിലേക്ക് പോവുകയാണെങ്കിൽ കിഴക്കേക്കോട്ടയിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം തന്നെ വലിയ തരത്തിലെ വെള്ളക്കെട്ടുണ്ടായി. കടകളിലേക്ക് വെള്ളം കയറി. കിഴക്കേക്കോട്ട പഴവങ്ങാടി ക്ഷേത്രത്തിന് സമീപത്ത് എതിർവശത്തുള്ള റോഡിലാണ് വലിയ തരത്തിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടത്. ഈ വെള്ളക്കെട്ട് കടകൾക്കുള്ളിലേക്ക് കയറി. ഭാഗ്യക്കുറി വിളിക്കുന്ന ഒട്ടനവധി കടകൾക്കുള്ളിലേക്കും ഒരു ഹോട്ടലിനകത്തേക്കൊക്കെ വെള്ളം കയറി. ഇപ്പോൾ അവിടെ നിന്നൊക്കെ വെള്ളം ഒഴുകി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. എങ്കിലും കടകളൊക്കെ തന്നെ ചെളി കൊണ്ട് നിറഞ്ഞ ഒരു അവസ്ഥയിലാണ്. ഒപ്പം തമ്പാനൂരിൽ നിന്നും കിഴക്കേക്കോട്ടയിലേക്കുള്ള ഗതാഗതം ബുദ്ധിമുട്ടാകുന്ന തരത്തിലായിരുന്നു. പല സ്ഥലങ്ങളിലും ചെറിയ വാഹനങ്ങൾക്ക് പോകാൻ കഴിയാത്ത തരത്തിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരുന്നു. ഇപ്പോൾ വാഹനങ്ങൾ ആ പ്രദേശത്തൊക്കെ പോകുന്നുണ്ട്. എങ്കിൽ തന്നെയും കിഴക്കേക്കോട്ടയിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രം ഏകദേശം 2 അടിയോളം വെള്ളത്തിന്റെ അടിയിലേക്ക് പോയി. രാവിലെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തിയവരാണ് ബുദ്ധിമുട്ടിയവരിൽ അധികം പേരും. കാരണം രാവിലെ 5 മണി വരെ കാര്യമായ വെള്ളക്കെട്ട് ആ പ്രദേശങ്ങളിൽ ഇല്ലായിരുന്നു. പിന്നീട് ഒരു മണിക്കൂറിനുള്ളിലാണ് വലിയ തരത്തിലുള്ള വെള്ളക്കെട്ട് ആ ഭാഗത്ത് രൂപപ്പെട്ടത്. ഇതേ തുടർന്ന് ആളുകൾ പല സ്ഥലങ്ങളിലും കുടുങ്ങി നിന്ന ഒരു അവസ്ഥയായിരുന്നു. ഇനി നഗരത്തിന്റെ തന്നെ അടുത്തുള്ള ആളുകൾ ഏറ്റവും കൂടുതൽ താമസിക്കുന്ന ഒരു പ്രദേശമാണ് ഈ മണക്കാട്, കരിമടം കോളനി എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങൾ. മണക്കാടുള്ള വീടുകളിലേക്ക് വെള്ളം കയറി വലിയ തരത്തിൽ ആളുകൾ ബുദ്ധിമുട്ടി. ഒപ്പം ഈ തോടുകളിൽ, അതായത് മാമേഴഞ്ചാൻ തോട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ തോടുകളിലൂടെ വെള്ളമൊഴുക്ക് നേരത്തെയൊക്കെ പുനഃസ്ഥാപിക്കുക എന്ന് പറയുമായിരുന്നു, മാലിന്യങ്ങൾ മാറ്റി. എന്നാൽ ഈ മാലിന്യങ്ങൾ മാറ്റാത്തത് കൊണ്ട് തന്നെ പല ഓടകളിലേക്കും വെള്ളം ഒഴുകി പോകാൻ കഴിയാത്ത തരത്തിലായിരുന്നത് കൊണ്ടാണ് ഈ മണക്കാട് പ്രദേശത്തെ വീടുകളിൽ വെള്ളം കയറിയത്. അവിടുത്തെ താമസക്കാർ വലിയ ബുദ്ധിമുട്ടിലാവുകയും ചെയ്തു. ഒപ്പം പൂജപ്പുരയുള്ള ശ്രീ ചിത്ര റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മതിൽ പൂർണ്ണമായും ഇടിഞ്ഞ് റോഡിലേക്ക് വീണു. അവിടെയും ചെറിയ തോതിൽ ഗതാഗതം തടസ്സപ്പെടുകയുണ്ടായി. പ്രധാനമായും നഗരത്തിന്റെ പ്രദേശങ്ങളിലൊക്കെ തന്നെ വെള്ളക്കെട്ട് രൂപാന്തരപ്പെട്ടു എന്ന് നമുക്ക് പറയാൻ കഴിയും. പ്രത്യേകിച്ചും യാത്രക്കാർക്കാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുണ്ടായത്. ട്രെയിനിലും ബസ്സിലുമായി എത്തിയവർ വല്ലാതെ ഏകദേശം 2 മണിക്കൂറോളം ഒക്കെ റെയിൽവേ സ്റ്റേഷനിൽ കുടുങ്ങി ആ അവസ്ഥയായിരുന്നു. കിഴക്കേക്കോട്ടയിലും അത് തന്നെയായിരുന്നു. ക്ഷേത്ര ദർശനത്തിന് എത്തിയവർക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത തരത്തിൽ വലിയ തരത്തിലെ വെള്ളക്കെട്ട് പഴവങ്ങാടി ക്ഷേത്രത്തിന് സമീപവും അതിനടുത്തുള്ള കടകൾ വലിയ തരത്തിൽ വെള്ളം കയറി. അതേസമയം സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചതിനെ ചൊല്ലിയുള്ള ഒരു വലിയ തരത്തിലുള്ള വിവാദമാണ് ഉയർന്ന് പൊങ്ങിയിട്ടുള്ളത്. 6 മണിക്ക് ശേഷമാണ് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചത്. അതും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയുടെ നിർദ്ദേശപ്രകാരമാണ് അവധി പ്രഖ്യാപിച്ചത്. ഇന്നലെ യെല്ലോ അലർട്ടായിരുന്നു തിരുവനന്തപുരത്ത്. അതുകൊണ്ട് കാര്യമായ തോതിൽ മഴ പെയ്യാനുള്ള സാധ്യതയില്ല എന്നായിരുന്നു ജില്ലാ കളക്ടർ കരുതിയിരുന്നത്. പക്ഷേ അർദ്ധരാത്രിക്ക് ശേഷം, വൈകുന്നേരം രാത്രി 8 മണിക്ക് ശേഷമാണ് വലിയ തരത്തിൽ മഴ ശക്തി പ്രാപിച്ചതും അർദ്ധരാത്രിയോടെ കനത്ത മഴയായി മാറി. ഇതേ തുടർന്നാണ് രാവിലെ 6 മണിയോടുകൂടി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയുടെ നിർദ്ദേശപ്രകാരം ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചത്. പക്ഷേ ഈ അവധി പ്രഖ്യാപിച്ചത് വലിയ തരത്തിൽ കുട്ടികളെയും രക്ഷകർത്താക്കളെയും ബുദ്ധിമുട്ടിലാക്കി. കാരണം ഇവിടെ നഗരത്തിലുള്ള കേന്ദ്രീയ വിദ്യാലയങ്ങളിലും ഒക്കെ തന്നെ രാവിലെ 7 മണിക്കും 7:30 മണിക്കും ഒക്കെയാണ് ക്ലാസുകൾ തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ പല കുട്ടികളെയും രക്ഷകർത്താക്കൾ വീട്ടിൽ നിന്നും സ്കൂളിലേക്ക് എത്തിച്ചിരുന്നു. സ്കൂൾ വാനുകളിൽ കുട്ടികളെ കൊണ്ടുപോയിരുന്നു. ഇവർ അവിടെ സ്കൂളിൽ എത്തിയതിനു ശേഷമാണ്
സ്കൂളിന് അവധിയാണെന്നുള്ള വിവരം അറിയുന്നത്. അതോടുകൂടി തന്നെ വീണ്ടും രക്ഷകർത്താക്കൾ മഴയത്തെത്തി ഈ കുട്ടികളെ കൂട്ടി വീട്ടിലേക്ക് കൊണ്ടുവരേണ്ട ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരുന്നു. അത്തരത്തിൽ ഈ സ്കൂൾ അവധി കൊടുക്കുന്ന കാര്യത്തിൽ വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ട്. ജില്ലാ കളക്ടർ കൃത്യമായ സമയത്ത് അവധി പ്രഖ്യാപിച്ചില്ല എന്നുള്ളതാണ് പരാതി. കാരണം പല കുട്ടികളെയും മഴയത്ത് സ്കൂളുകളിൽ എത്തിക്കേണ്ടി വന്നു. വലിയ മഴയത്ത് പല സ്ഥലങ്ങളിലും രക്ഷകർത്താക്കളും കുട്ടികളും വാഹനത്തിൽ മുന്നോട്ട് പോകാൻ കഴിയാതെ കുടുങ്ങിക്കിടന്ന അവസ്ഥയും ഉണ്ടായിരുന്നു. നിലവിൽ ഇപ്പോൾ സ്കൂളുകളൊന്നും തന്നെ പ്രവർത്തിക്കുന്നില്ല. ഈ പ്രൊഫഷണൽ കോളേജുകൾക്ക് ഉൾപ്പെടെ അവധി നൽകിയിട്ടുണ്ടെങ്കിലും ഉച്ചയ്ക്ക് ശേഷമാണ് സർവകലാശാല പരീക്ഷകൾ നടക്കുക. പരീക്ഷകൾ സാധാരണഗതിയിൽ തന്നെ നടക്കും. പരീക്ഷകൾക്ക് മുടക്കം ഉണ്ടാവില്ല എന്നും ജില്ലാ കളക്ടറുടെ അറിയിപ്പിൽ പറയുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കടലോര മേഖലയിലാണ് വലിയ തരത്തിൽ മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരം മുതൽ ആലപ്പുഴ വരെയുള്ള കടലോര മേഖലയിൽ ശക്തമായ കാറ്റിന്, അതായത് മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാനുള്ള സാധ്യതയുണ്ട് എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന വിവരം. ഇത് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ കേരള തീരത്ത് ഇത്രയും ശക്തമായ കാറ്റിന് സാധ്യതയുള്ളത് കൊണ്ടും തിരമാലകൾ 1.5 മീറ്റർ മുതൽ 2 മീറ്റർ വരെ ഉയരത്തിൽ തീരത്തേക്ക് അടിക്കാനുള്ള സാധ്യതയും കണക്കിലെടുത്തുകൊണ്ട് വള്ളങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകുന്നവർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മത്സ്യബന്ധനത്തിന് പോകരുത് എന്നുള്ള നിർദ്ദേശം തന്നെയാണ് നൽകിയിട്ടുള്ളത്. വീണ്ടും ഈ ചക്രവാതച്ചുഴി വീണ്ടും രൂപാന്തരപ്പെട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഏത് സമയവും ശക്തമായ മഴയ്ക്കും കാറ്റിനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് മത്സ്യബന്ധനത്തിൽ നിന്ന് പിന്മാറണം, ഇന്ന് മത്സ്യബന്ധനത്തിന് പോകരുത് എന്നുള്ള അറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഒപ്പം തീരദേശവാസികൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഉയർന്ന തിരമാലകൾ വരുന്ന സാഹചര്യത്തിലാണ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വിനോദസഞ്ചാര മേഖലയിലും വലിയ തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. പൊന്മുടി എക്കോ ടൂറിസം സെന്ററിലേക്കുള്ള യാത്ര, അതായത് ഏത് നിമിഷവും മണ്ണിടിച്ചിലും മലവെള്ളപ്പാച്ചിലിനുമുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ട് പൊന്മുടിയിലേക്കുള്ള യാത്രയ്ക്ക് പൂർണ്ണ നിയന്ത്രണം വിലക്കിയിരിക്കുന്നു. അത് DFO, അഡീഷണൽ ഫോറസ്റ്റ് ഓഫീസറാണ് പൊന്മുടിയിലേക്കുള്ള യാത്ര ഒഴിവാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഒപ്പം വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കും കടൽ തീരങ്ങളിലേക്കുമൊക്കെ വിനോദസഞ്ചാരത്തിന് പോകുന്നവർ ഇന്ന് പോകരുത് എന്നുള്ളൊരു നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. കാരണം തിരമാലകൾ ശക്തി പ്രാപിച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് കടലുകൾ കേന്ദ്രീകരിച്ചും വെള്ളക്കെട്ടുകൾ കേന്ദ്രീകരിച്ചുള്ള വിനോദസഞ്ചാരം ഒഴിവാക്കണം എന്ന ഒരു നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അരുവിക്കര ഡാമിന്റെ ഷട്ടറുകൾ രാവിലെ 8 മണിയോടെ ഉയർത്തി. നേരിയ തോതിൽ ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിലാണ് ജലനിരപ്പ് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അരുവിക്കര ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തിയത്. ഇപ്പോൾ അരുവിക്കര ഡാമിന് ജലനിരപ്പ് ഉയർത്തിയോടുകൂടി തന്നെ നദിയുടെ തീരങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നേരത്തെ അല്പനേരം ശമിച്ചു നിന്ന മഴ വീണ്ടും ഇപ്പോഴും തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു തന്നെ നമുക്ക് പറയാൻ കഴിയും. ഇങ്ങനെ ശക്തമായ മഴ തുടരുകയാണെങ്കിൽ നഗരത്തിൽ വലിയ തരത്തിലുള്ള ഗതാഗത കുരുക്കിന് സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ദേശീയപാതയിൽ നിന്നും നഗരത്തിലേക്ക് പ്രവേശിക്കുന്ന മേഖലകൾ, അതായത് ഈഞ്ചികൾ തൊട്ട് തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ, ചാക്ക ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിൽ മഴ തുടരുകയാണെന്നുണ്ടെങ്കിൽ ദേശീയപാതയിൽ നിന്ന് നഗരത്തിലേക്ക് കയറുന്ന ഭാഗത്ത് വലിയ തരത്തിൽ വെള്ളക്കെട്ട് രൂപാന്തരപ്പെടും. അങ്ങനെ വരുമ്പോഴേക്കും വലിയ തരത്തിലുള്ള ഗതാഗത കുരുക്കിനും യാത്രാക്ലേശത്തിനും വഴിവെക്കാനുള്ള സാധ്യതയുണ്ട്. നിലവിൽ അല്പം ശമിച്ചു നിന്ന മഴ വീണ്ടും തുടങ്ങിയിരിക്കുന്നതിനെ നമുക്ക് പറയാൻ കഴിയും. ഇത്തരത്തിൽ ജില്ലയുടെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും മഴ തുടരുന്നു. അതേസമയം പത്തനംതിട്ട, കൊല്ലം ജില്ലകളിലും ഇന്ന് രാവിലെ വരെ ശക്തമായ മഴയായിരുന്നു. കൊല്ലം തീരത്തുള്ളവർക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കടലിൽ പോകരുന്ന, മത്സ്യബന്ധനത്തിന് പോകരുന്നുള്ള നിർദ്ദേശവും നൽകി കഴിഞ്ഞിരിക്കുന്നു. കൊല്ലം ജില്ലയുടെ മലയോര മേഖലകളിലേക്കുള്ള യാത്ര പരമാവധി, രാത്രി യാത്ര പരമാവധി ഒഴിവാക്കണം എന്നുള്ള നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. ഒപ്പം വനമേഖല കേന്ദ്രീകരിച്ചുള്ള മലയോര മേഖലകളിലേക്കുള്ള വിനോദസഞ്ചാരത്തിനും അവിടെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇത്തരത്തിൽ തെക്കൻ ജില്ലകളിൽ വ്യാപകമായ മഴ തുടരുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. അരുണിമ. ബിനോയ്, മഴ കൂടുതൽ ശക്തമാവുകയാണെങ്കിൽ വീണ്ടും വെള്ളപ്പൊക്ക സാധ്യത കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ ട്രെയിൻ ഗതാഗതത്തെ ആശ്രയിച്ചു വന്നിരുന്ന യാത്രക്കാർ ഇനിയും കുടുങ്ങിക്കിടക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പോൾ ഈ യാത്രക്കാരെ യഥാസ്ഥലത്ത് എത്തിക്കാൻ അധികൃതർ എന്തെങ്കിലും നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടോ? അല്ല, ഇപ്പൊ പ്രധാനമായിട്ടും ഇത് വെള്ളക്കെട്ട് ശക്തമാണ്. കാരണം ഈ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയാനുള്ളത്, ആമയിഴഞ്ചാൻ തോടിന്റെ സമീപത്താണ് നഗരത്തിലെ പ്രധാനപ്പെട്ട ഒരു സ്വകാര്യ ആശുപത്രി സ്ഥിതി ചെയ്യുന്നത്. അവരുടെ പാർക്കിംഗ് യാർഡിൽ കിടന്ന പാർക്കിംഗ് യാർഡില് ഉണ്ടായിരുന്ന വാഹനങ്ങൾ വെള്ളത്തിൽ മുങ്ങിയതായിട്ടുള്ള വിവരമാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്നത്. കാരണം നഗരത്തിലെ വെള്ളം ഒഴുകിയെത്തുന്നത് ഇത്തരത്തിൽ ആക്കുളം കായലിലേക്കാണ്. ആക്കുളം കായലിലേക്ക് വെള്ളം ഒഴുകുന്ന ആമയിഴഞ്ചാൻ തോടിൽ വലിയ തരത്തിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്നാണ് സമീപത്തുള്ള ആശുപത്രിയുടെ പാർക്കിംഗ് യാർഡിലേക്ക് വെള്ളം കയറിയത്. വെള്ളം കയറിയത് കാരണം വാഹനങ്ങളെല്ലാം വെള്ളത്തിൽ മുങ്ങിയിട്ടുള്ള വിവരമാണ് ഇപ്പോൾ നമുക്ക് അവസാനമായി ലഭ്യമാകുന്നത്. അതേസമയം ട്രെയിൻ ഗതാഗതത്തെ ഇത് ബാധിച്ചിട്ടില്ല. മഴ തുടരുന്നുണ്ടെങ്കിൽ തന്നെയും സാധാരണഗതിയിൽ തമ്പാനൂർ ഉൾപ്പെടെ തിരുവനന്തപുരം
സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ പാളത്തിൽ വെള്ളം കയറുന്ന പതിവുണ്ടായിരുന്നു. ഇത്തവണ അത്തരത്തിൽ വെള്ളം കയറിയിട്ടില്ല. ട്രെയിൻ ഗതാഗതം സുഗമമായി നടക്കുന്നു. കൊല്ലം, തിരുവനന്തപുരം, ആലപ്പുഴ മേഖലയിലും കൊല്ലം, തിരുവനന്തപുരം, കോട്ടയം മേഖലകളിലും ഇതുവരെ ട്രെയിൻ മുടങ്ങിയിട്ടില്ല. പാറശാല ഭാഗത്തേക്കും മുടങ്ങിയിട്ടില്ല. സാധാരണഗതിയിൽ കൊല്ലം, പുനലൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലാണ് റെയിൽ ഗതാഗതത്തിൽ മരച്ചില്ല വീണും ഒപ്പം മണ്ണിടിഞ്ഞുമൊക്കെ ഗതാഗതം മുടങ്ങുന്ന പതിവുള്ളത്. നിലവിൽ ഇപ്പോൾ ആ പ്രദേശങ്ങളിൽ നിന്നും ട്രെയിൻ ഗതാഗതത്തെ ബാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് കിട്ടുന്ന വിവരം. അരുണിമ, വിനോയ്, ആളുകളെ ആരെങ്കിലും മാറ്റിപ്പാർപ്പിക്കേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ? വീടുകളിലേക്കൊന്നും വെള്ളം കയറിയിട്ടില്ല. വീടുകളുടെ സമീപത്തുള്ള സ്ഥലങ്ങൾ, അതായത് തുറസായ സ്ഥലങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങളിലുമാണ് ഇപ്പോൾ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്നത്. നഗരത്തിലെ വെള്ളം ഏകദേശം ഒഴുകി മാറിക്കൊണ്ടിരിക്കുകയാണ്. വലിയ തോതിൽ വെള്ളക്കെട്ടില്ല. മാറ്റിപ്പാർപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വന്നിട്ടില്ല. കാരണം നഗരത്തിൽ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും വീടുകളിലേക്ക് വെള്ളം കയറില്ല. പകരം റോഡിനനുബന്ധിച്ച് താഴ്ന്ന പ്രദേശങ്ങളിലും അവിടുത്തെ വീടുകളിലുമാണ് വെള്ളം കയറാറുള്ളത്. അങ്ങനെ താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് വെള്ളം വലിയ തോതിൽ കയറിയിട്ടില്ല. ഞാൻ ഈ പറഞ്ഞ ഒരു സ്ഥലം, അതായത് ആമയിഴഞ്ചൻ തോടിനോട് ചേർന്നുള്ള സ്വകാര്യ ആശുപത്രി, ആ ആശുപത്രിയിലെ പാർക്കിംഗ് യാർഡിലാണ് ഇപ്പോൾ വെള്ളം കയറി വാഹനങ്ങൾ വെള്ളത്തിനടിയിലായിട്ടുള്ളത്. അവിടെ നിന്നും വെള്ളം ഒഴുക്കിയുള്ള നീക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. മറ്റ് ഗതാഗത സംവിധാനം, അതേസമയം ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്നുണ്ട്. ചാക്കയിലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ദേശീയപാതയിൽ നിന്നും തിരുവനന്തപുരം നഗരത്തിലേക്ക് പ്രവേശിക്കുന്ന സ്ഥലങ്ങളിലേക്ക് ഒക്കെ തന്നെ വലിയ തരത്തിലുള്ള വാഹന കുരുക്കുണ്ട്. കാരണം സ്കൂളുകൾക്ക് അവധിയാണ് ആയതുകൊണ്ട് തന്നെ കുറച്ച് ശമനമുണ്ട് ഗതാഗത കുരുക്കെങ്കിലും ഈ മേഖലകളിൽ, വെള്ളക്കെട്ടുള്ള മേഖലകളിൽ ഇപ്പോഴും ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്നുണ്ട്. ശരി, സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ കനക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ ശക്തമായ മഴ തുടരുകയാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കടക്കം അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിവിധ പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. കനത്ത മഴയിൽ പൂജപ്പുര കേശവൻ നായർ റോഡിലെ ശ്രീചിത്ര റിസർച്ച് സെന്ററിന്റെ മതിലും ഇടിഞ്ഞു വീണിട്ടുണ്ട്. വിവരങ്ങൾ നൽകിയത് ഡി ബിനോയാണ്.